പ്രാർത്ഥന വാചകം ലൈവ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മഹത്വമുണ്ടാകുമാറാകട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് ഓരോ കാര്യങ്ങൾ 7 കാര്യങ്ങൾ എഴുതിയിരിക്കുകയാണ്. നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ പ്രാപിക്കുന്ന അനുസരിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് ജയം നേടാം യേശുവിൻ നാമത്തിൽ. ആമേൻ. 1. പ്രാർത്ഥിക്കുവാൻ ഒട്ടും നേരമില്ല. ഒരുപാട് കാര്യങ്ങളിൽ വ്യാപുലനാകുന്നു. വല്ലപ്പോഴും ഉപായത്തിലൊരു വചനധ്യാനവും പ്രാർത്ഥനയും നടത്തുന്നു. ഇതിന്മേൽ നമുക്ക് യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. ഹല്ലേലൂയ. 2. പ്രാർത്ഥനയില്ലാത്ത മാതാപിതാക്കൾ ബലഹീനരായ മാതാപിതാക്കളായിത്തീരുന്നു. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ബലമില്ലാത്ത അവസ്ഥകളിൽ ഞങ്ങളെ ബലമുള്ളവരാക്കി തീർക്കുവാൻ മാതാപിതാക്കളെ ശക്തിയാൽ നിറയ്ക്കപ്പെടുമാറാകട്ടെ. ആമേൻ. 3. കുട്ടികളിൽ പൈശാചികമായ പ്രലോഭനങ്ങൾക്കിരയായിത്തീരുന്നു. യേശുവിൻ നാമത്തിൽ ജയം. ഹല്ലേലൂയ. 4. ആത്മീയമായ ജീവനും ചൈതന്യവും നഷ്ടപ്പെട്ട ശുശ്രൂഷകന്മാർ യേശുക്രിസ്തുവിൻ നാമത്തിൽ പുതിയൊരു വചനധ്യാനത്തിനായി, പുതിയൊരു ആത്മീക ചൈതന്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. 5. നാനാവിധമായ കാര്യങ്ങൾ മുഴുകി അസ്വസ്ഥരാകിയാൽ പ്രാർത്ഥിക്കുവാനോ പുതുക്കമുള്ളൊരു ദൈവവചനം പ്രാപിക്കുവാനും സമയമുള്ളവരല്ലാതെ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജയമുണ്ട്. ഹല്ലേലൂയ. 6. ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ പറ്റാത്ത വിധമുണ്ടാകുന്ന അനവധി തടസ്സങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ജയമുണ്ട്. ഹല്ലേലൂയ. 7. പിശാചിൻ്റെ തടസ്സങ്ങളുടെ ഗൂഢാലോചന ഏറ്റവും അധികം ഫലപ്രദമായി കൊണ്ടിരിക്കുന്നത് ക്രിസ്തീയ ഭവനങ്ങളായിരിക്കാൽ ഇന്നു മുതൽ യേശു ക്രിസ്തുവിൻ നാമത്തിൽ നമുക്ക് ജയമുണ്ട്. ഹല്ലേലൂയ.